നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യം തെളിയുമെന്നും തന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് കരുതുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈക്കോടതി അന്വേഷണത്തിൽ എല്ലാം വെളിപ്പെടുമെന്നും പ്രതികരണം. CBI അന്വേഷിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘങ്ങൾ വിളയാടുന്നുവെന്നും വിമർശനം. ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർക്ക് ക്ലീൻ ചിറ്റ്. രക്തപ്രവാഹം നിലച്ചതിലും പഴുപ്പ് വന്നതിലും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമില്ല. ഡോക്ടറെ പിന്തുണച്ച് KGMOയെ നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ അമ്മ. മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധിയിൽ മുന്നറിയിപ്പുമായി വിതരണ കമ്പനി. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ കുടിശ്ശികയുടെ പകുതി തുക ബുധനാഴ്ചയ്ക്കകം തിരിച്ചടയ്ക്കണം. സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കഫ് സിറപ്പ് വിൽക്കരുതെന്ന് നിർദ്ദേശം. സർക്കുലർ പുറത്തിറക്കിയത് കോൾഡ്രിഫ് ഉൾപ്പെടെയുള്ള കഫ് സിറപ്പുകൾ കഴിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22-ന് മുമ്പായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. രാജ്യത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൃത്യസമയത്ത് പൂർത്തിയാക്കുമെന്ന് ജ്ഞാനേഷ് കുമാർ. ലഡാക്ക് ചർച്ചയ്ക്ക് സംഘടനകളെ അനുനയിപ്പിക്കാൻ വീണ്ടും കേന്ദ്ര നീക്കം. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് സംഘടനകൾ. വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക്. സോനത്തിന്റെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. സ്മൃതി മന്ദാനയുടേതുൾപ്പെടെ 4 വിക്കറ്റുകൾ നഷ്ടം. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ഹൈക്കോടതിയുടെ അന്വേഷണത്തിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിനായാണ് രാവിലെ 9 മണിയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി നടത്തിയ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും ചോദ്യം ചെയ്യും. 3 വർഷത്തിനിടെ 30 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തനിക്കെതിരായ ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തള്ളി. തന്റെ കൈവശം തന്നുവിട്ടത് ചെമ്പുപാളികൾ ആണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. സ്വർണം പൂശാൻ ചെലവ് വഹിച്ചത് താനടക്കം 3 പേരാണെന്നും മൊഴി നൽകിയിരുന്നു. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് അന്വേഷണ സംഘം സ്വർണം നഷ്ടപ്പെട്ടതിൽ വ്യക്തത വരുത്തുന്നത്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ എല്ലാം തെളിയുമെന്നും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായ വാസുദേവൻ, അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഇദ്ദേഹത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നീളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ കേന്ദ്രാന്വേഷണം ആവശ്യപ്പെട്ട് UDF. കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ലെന്ന് കൺവീനർ അടൂർ പ്രകാശ് കോഴിക്കോട് പറഞ്ഞു. ഇത്രമാത്രം ഒരു വലിയ കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്? അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിച്ചവർ അതിൽ പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും അതിൽ പങ്കാളികളാണോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് വരാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ പുറത്തു വരണം. ആ തെറ്റുകൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഒരു കോടതിയുടെ ചുമതലയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം
പിന്നെ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ദേവസ്വം ബോർഡ് സംവിധാനത്തെ അടിമുടി മാറ്റണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് എന്നും വിവാദങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ഭരണ സംവിധാനം പൊതുവെ മാറി പുതിയൊരു ഭരണ സംവിധാനം. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളില്ലാതെ എനിക്കനുഭവത്തില്ല. അതിൽ തന്നെ ഒരു സുതാര്യത ഉറപ്പാകണം. CBI തന്നെ വെച്ചുകൊണ്ട് ആരുടെ കാലത്ത് ഇപ്പൊ ഇവിടെ കാലത്തൊന്നും ഇത് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇവിടെ കാലത്ത് വലിയ കുംഭകോണം ചെയ്തതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇവിടെ കാലത്ത് കണ്ടുപിടിച്ചത് ഒരു CBI തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി ഇതിന്റെ ആസ്തി ബാധ്യത അതുപോലെ സ്വർണങ്ങള് ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തുക എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്ത് അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. എന്നാലും ഒരു ഭയമുണ്ടാവും. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മുഖമാസികയായ യോഗനാഥം എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. ഗൂഢസംഘങ്ങൾ ക്ഷേത്രങ്ങളിൽ വിളയാടുന്നു, സമ്പന്നരായ ഭക്തരിൽ നിന്ന് സൂത്രപ്പണികളിലൂടെ പണം തട്ടുന്നു, ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ടതാണ് ഈ ഗൂഢസംഘങ്ങളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലാണ് മാസികയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ വെള്ളാപ്പള്ളിയുടെ വിമർശനം. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്നും ദേവസ്വം ഭരണത്തിൽ നടക്കുന്നത് കെട്ടക്കാര്യങ്ങളാണെന്നും ഗൂഢസംഘങ്ങൾ പ്രമുഖ ദേവസ്വം ക്ഷേത്രങ്ങളിൽ വിളയാടുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വിമർശിച്ചു. നല്ല ഉദ്യോഗസ്ഥർക്ക് ദേവസ്വത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നു. ദേവസ്വം ഭരണത്തിൽ കെട്ടക്കാര്യങ്ങളാണ് നടക്കുന്നത്. സ്വർണ്ണ തട്ടിപ്പിനെക്കുറിച്ച് അയ്യപ്പ ഭക്തരുടെ നെഞ്ചുനീറുന്ന വാർത്തകളാണ് ദിനവും കേൾക്കുന്നത്. അതിന്റെ പഴി സർക്കാരുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ക്ഷേത്ര വരുമാനത്തിൽ ഏറിയ പങ്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും നൽകാനാണ് വേണ്ടിവരുന്നത്. കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലെ ദേവസ്വം ഭരണം അവസാനിപ്പിക്കേണ്ട കാലമായി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ കടന്നാക്രമിക്കാതെ ദേവസ്വം ബോർഡിനെ പഴിചാരി സർക്കാർ നിലപാടിനെ വെള്ളപൂശുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അമൃത ന്യൂസ്, ആലപ്പുഴ. ശബരിമലയുമായി ബന്ധപ്പെട്ട് താൻ മോശമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. താൻ ചുമതലക്കാരനായിരിക്കവേ ശബരിമലയിൽ നിന്നും ഒരു തരി പൊന്നുപോലും പോകാൻ അനുവദിച്ചിട്ടില്ല. 2019 നവീകരണത്തിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം. അതിൽ വ്യക്തത വരുത്തേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും പത്മകുമാർ വ്യക്തമാക്കി. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 2 വർഷം പ്രസിഡൻ്റായിരുന്ന സമയത്താണ് സ്ത്രീ പ്രവേശന പ്രശ്നം, അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനിടയ്ക്കാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് അന്വേഷണം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ വരണം. ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാമജപ പ്രതിഷേധം തുടങ്ങാൻ ഹിന്ദു ഐക്യവേദി ഒരുങ്ങുന്നു. മറ്റന്നാൾ മുതൽ വരുന്ന ഞായറാഴ്ച വരെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപ പ്രതിഷേധ പരിപാടി നടത്താനാണ് തീരുമാനം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുക, ശബരിമലയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ CBI അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാമജപ പ്രതിഷേധം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്ക് ക്ലീൻ ചിറ്റ് നൽകി അന്വേഷണ റിപ്പോർട്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയെന്നാണ് DMO നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. സെപ്റ്റംബർ 30 കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈയിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം റിപ്പോർട്ട് ആരെയൊക്കെ സംരക്ഷിക്കാനാണെന്നും നീതി കിട്ടുന്നവരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ മാതാവ് പ്രസീത പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണമാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതി.
തുടർന്ന് പരാതി അന്വേഷിക്കാൻ പാലക്കാട് DMO 2 ഡോക്ടർമാരെ നിയോഗിക്കുകയായിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെന്നും സെപ്റ്റംബർ 30-ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈയിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡ്യൂട്ടി ഡോക്ടറുടെയും വകുപ്പ് മേധാവിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഒടിഞ്ഞ കൈയിൽ ചോരയൊലിച്ചുള്ള മുറിവുകളോടെയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുമ്പോൾ അത്തരമൊരു മുറിവിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് ആരെയൊക്കെ സംരക്ഷിക്കാനാണെന്നും നീതി കിട്ടുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയണു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എല്ല് 2 പൊട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരും. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പം നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ? കാരണം ഇന്ന് സംഭവിച്ച നാളെ വേറെ ഏതെങ്കിലും കുട്ടിക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? സെപ്റ്റംബർ 24-ന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത്. അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. ഇതിനുശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് കുടുംബം പറയുന്നു. 5 ദിവസത്തിന് ശേഷം പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം നിലച്ച് അഴുകിയ നിലയിലായിരുന്നു. കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം കുട്ടിയുടെ ചികിത്സയ്ക്കായി സഹായം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. പാലക്കാട്ടെ 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. കേരളത്തിലെ ആരോഗ്യം തകർന്നതിന്റെ തെളിവാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആരോഗ്യരംഗത്ത് എല്ലാം തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ് LDF ഗവൺമെൻറ്. ഇപ്പോൾ ഈ പാലക്കാട് നടന്ന സംഭവം, ആ കുട്ടി ഉറക്കം കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ എഴുന്നേറ്റ് എൻ്റെ കൈ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ, ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ആ ചികിത്സാ പിഴവ് എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ ആ ചികിത്സാ പിഴവ് എന്താണ് എന്ന് കണ്ടെത്തി അതിന് പരിഹാരമാർഗം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന് പിന്നിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താനുള്ള നടപടിയിൽ സ്വീകരിക്കേണ്ടതിന് പകരം ഇന്ന് എല്ലാം ന്യായീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ മുന്നറിയിപ്പുമായി വിതരണ കമ്പനി. കുടിശ്ശികയായ പകുതി തുക ബുധനാഴ്ചയ്ക്കകം അടയ്ക്കാത്ത പക്ഷം സാധനങ്ങൾ തിരികെ എടുക്കുമെന്ന് വിതരണ കമ്പനിക്കാർ അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ കുടിശ്ശിക പകുതി തിരിച്ചടയ്ക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം. DMAയുമായി ഇന്നലെ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ ഉപകരണ പ്രതിസന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയാണ്. ഇന്നലെ DMAയുമായി ചർച്ച നടത്തിയിരുന്നു. 10 കോടിയോളം രൂപ തന്നെ ഈ കുടിശ്ശികയുടെ ഭാഗമായി വരുന്നുണ്ട്. ഇതിലൊന്നും ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണ് ഈ വിതരണ കമ്പനിക്കാർ ഒരു കർശന നടപടിയിലേക്ക് പോകുന്നത്? അതിൽ നേരത്തെ മുതൽ തന്നെ വിതരണ കമ്പനിക്കാർ DMAക്ക് കത്ത് നൽകിയതാണ്. നാളെ ഈ സാധനങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് കത്ത് നൽകിയിരുന്നത്. പ്രധാനമായും 158 കോടി രൂപയാണ് വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നായി ഉപകരണങ്ങൾ നൽകിയത് വഴി വിതരണക്കാർക്ക് നൽകാനുള്ളത്. ആ തുക നൽകാത്ത പക്ഷം നാളെ മുതൽ സാധന സാമഗ്രികൾ സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ DMAയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ അതിന് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച വരെ സമയപരിധി നൽകിയിരിക്കുകയാണ്. ബുധനാഴ്ചക്കുള്ളിൽ പ്രധാനപ്പെട്ട തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളുടെ പകുതി തുകയായ 10 കോടി രൂപയെങ്കിലും നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം സാധിക്കാത്ത പക്ഷം ബുധനാഴ്ചയ്ക്ക് ശേഷം സാധനങ്ങൾ തിരികെ എടുക്കും എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ വിതരണ കമ്പനിക്കാർ എത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ചർച്ച നടന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ തന്നെ ഇപ്പോൾ പകുതി തുകയെങ്കിലും തിരിച്ചടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, വിവിധ കോണുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഈ സാധന സാമഗ്രികൾ ഇല്ലാത്തതിന്റെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർമാരടക്കം രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇവ പരിഹരിക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ വിതരണ കമ്പനിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സെപ്റ്റംബർ മുതൽ ഇവർ ഇതിന്റെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. നിലവിൽ ഈ തുക പൂർണ്ണമായും കൊടുത്തു തീർക്കാത്ത പക്ഷം സാധനങ്ങൾ തിരിച്ചെടുക്കും എന്ന നിലപാടിലായിരുന്നു കമ്പനിക്കാർ ഉണ്ടായിരുന്നത്. തുടർന്ന് സർക്കാർ നടത്തിയ ചർച്ചയുടെ അവസാനമാണ് ഇപ്പോൾ 10 കോടി രൂപയെങ്കിലും അടിയന്തരമായി നൽകുകയും ഒപ്പം തന്നെ ഈ തുക അങ്ങനെയെങ്കിൽ അല്ലാത്ത വർഷം ബുധനാഴ്ച ഈ സാധന സാമഗ്രികൾ തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഉപകരണങ്ങളുടെ വിതരണ കമ്പനിക്കാർ എത്തിയിട്ടുള്ളത്. ശരി, രജിത് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.
വിവിധ സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് ഉൾപ്പെടെയുള്ള കപ്പ് സിറപ്പുകൾ കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സർക്കുലർ പുറത്തിറക്കി ഡ്രഗ്സ് കൺട്രോളർ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കപ്പ് സിറപ്പ് വിൽക്കരുതെന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്കും ഫാർമസിസ്റ്റുകൾക്കും നിർദ്ദേശം നൽകി. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കപ്പ് സിറപ്പ് നൽകരുതെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കോ ജലദോഷത്തിനോ ഉള്ള മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്നും ഒന്നിലധികം മരുന്നു ചേരുവകൾ ചേർന്നിട്ടുള്ള സംയുക്ത ഫോർമുലേഷനുകൾ ഒഴിവാക്കണമെന്നും മെഡിക്കൽ സ്റ്റോറുകൾക്കും ഫാർമസിസ്റ്റുകൾക്കും നൽകിയ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം പ്രിസ്ക്രിപ്ഷനുകൾ വന്നാൽ മരുന്നുകൾ നൽകേണ്ടതില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം ഫോർമുലേഷനുകൾ സാധാരണഗതിയിൽ നിർദ്ദേശിക്കാറില്ല. എന്നാൽ അതിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്ന പക്ഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലയളവിലും ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. GMB സർട്ടിഫൈഡ് ആയിട്ടുള്ള നിർമ്മാതാക്കളുടെ ഉത്പന്നങ്ങൾ മാത്രമേ വിൽപ്പന നടത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണമെന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ നൽകിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ ചുമമരുന്നായ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന തെലങ്കാനയും നിരോധിച്ചു. സിറപ്പിന്റെ SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സിറപ്പിന്റെ ഉപയോഗം എത്രയും വേഗം അവസാനിപ്പിക്കാനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അതോറിറ്റികൾക്ക് നൽകാനും സർക്കാർ നിർദ്ദേശിച്ചു. മരുന്ന് വിൽപ്പന അവസാനിപ്പിക്കാൻ മൊത്ത വിപണനക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടർ അറസ്റ്റിൽ. മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധന ആരംഭിച്ചു. കേന്ദ്രം ഇന്ന് വൈകിട്ട് സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മരുന്നുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും റിപ്പോർട്ടുണ്ട്. മധ്യപ്രദേശിലെ ചിന്ദ്വാര പരാസി ആശുപത്രിയിലെ ഡോക്ടറാണ് പ്രവീൺ സോണി. കോൾഡ്രിഫ് ചുമമരുന്നാണ് കുട്ടികൾക്ക് നൽകിയത്. ഡോക്ടർക്കെതിരെയും സ്റ്റേഷൻ ഫാർമ എന്ന കമ്പനിക്കെതിരെയും പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. രാജസ്ഥാനിൽ ചുമമരുന്ന് കഴിച്ച ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട്. നേരത്തെ 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. അതിനിടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധന ആരംഭിച്ചു. ഓരോ സാമ്പിളുകളിലും ഡൈ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ചുമമരുന്നിൽ അനുവദനീയമായതിലും അധികം ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയിരുന്നു. കേരളവും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് കപ്പ് സിറപ്പ് നിരോധിച്ചിട്ടുണ്ട്. ചുമമരുന്നുകൾ കുട്ടികൾക്ക് നൽകുന്നതിൽ രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തകരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള വിഭാഗം അധികൃതർ അറിയിച്ചു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ മിക്ക ചുമരോഗങ്ങളും മരുന്നില്ലാതെ തന്നെ സ്വയം ഭേദമാകുന്നവയാണെന്ന് അധികൃതർ പറഞ്ഞു. അതിനാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചുമമരുന്നുകളുടെ പതിവായ ഉപയോഗം അനാവശ്യവും സുരക്ഷിതമല്ലാത്തതുമാണെന്ന് IAP ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22-ന് മുൻപായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 17 പുതിയ പദ്ധതികൾ നടപ്പിലാക്കി. ഈ പദ്ധതികൾ ഇന്ത്യയിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്കും നടപ്പിലാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. രാജ്യത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൃത്യസമയത്ത് പൂർത്തിയാക്കും. ബീഹാറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ 1200 വോട്ടർമാരെ മാത്രമേ അനുവദിക്കൂ. ബൂത്ത് തല ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് ഗ്യാനേഷ് കുമാർ ബീഹാറിലെത്തിയത്. बूथ लेवल ऑफिसर्स और सुपरवाइजर्स की ट्रेनिंग पूरी की जा चुकी है. साधारण तौर से पुलिस ऑफिसर्स की ट्रेनिंग जिला या स्टेट में ही होती थी, लेकिन इस बार एक मानक के तौर पर उसको दिल्ली में भी ट्रेनिंग शुरू की गई. मतदाता सूची, इसमें सबसे बड़ी पहल रही विशेष गहन परीक्षण अर्थात स्पेशल इंटेंसिव रिवीजन. കരൂർ ദുരന്തത്തിൽ പ്രതികളായ TVK നേതാക്കൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. TVK നേതാക്കളുടെ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും. TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് വെള്ളിയാഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് M. ജ്യോതിമാരന്റെ ബെഞ്ച് തള്ളിയത്. ഈ സാഹചര്യത്തിലാണ് TVK നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി കടുത്ത ഭാഷയിലാണ് വിജയെയും തമിഴക വെട്രി കഴകം പാർട്ടിയെയും വിമർശിച്ചത്. 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ അട്ടിമറിയടക്കം TVK ഉന്നയിച്ച പശ്ചാത്തലത്തിൽ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു.
ദുരന്തത്തിൽ CBI അന്വേഷണം നിരാകരിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കുന്നതുവരെ നാഷണൽ ഹൈവേകളിലും റോഡുകളിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും യോഗങ്ങളോ പൊതുസമ്മേളനങ്ങളോ നടത്തരുതെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കാണാമറയത്തെ തുടർന്ന് 25 കോടി ഓണം ബമ്പർ ജേതാവ്. കൊച്ചി നെട്ടൂരിലെ ഒരു വനിതയ്ക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ഭാഗ്യശാലിയെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഓണം ബമ്പർ ജേതാവ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ ഇനിയും മാറിയിട്ടില്ല. നെട്ടൂരിൽ തന്നെയുള്ള ഒരു വനിതയ്ക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നതെന്നാണ് നിഗമനം. ഇവർ ലോട്ടറി ഏജന്റായ ലതീഷിന്റെ സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നെട്ടൂരിലെ ഈ സ്ത്രീ എടുത്ത 2 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഒന്നാം സമ്മാനം എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇവർ മാധ്യമങ്ങളെ കാണുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയോടെ തീരുമാനം മാറ്റി. അവർ വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവരെന്താന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അവർ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. അത്രേ കാര്യമുള്ളൂ. ടിക്കറ്റും കാണിച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ്. അവരിതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അവരാകെ പേടിച്ചിരിക്കണേ. അടുത്ത കാലത്തായി ബമ്പർ സമ്മാനങ്ങൾ അടിക്കുന്നവർ പൊതുജനങ്ങൾക്ക് മുൻപിൽ വരാൻ താല്പര്യപ്പെടാറില്ല. ലോട്ടറി ബാങ്കിൽ ഹാജരാക്കിയ ശേഷം ഒരുപക്ഷെ ഓണം ബമ്പർ ഭാഗ്യശാലി മാധ്യമങ്ങളെ കണ്ടേക്കും. അമൃത ന്യൂസ്, കൊച്ചി. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. സന്തോഷ് കുമാറിന്റെ തപോമിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. അഭയാർത്ഥി പലായന പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതാണ് നോവൽ. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. TD രാമകൃഷ്ണൻ, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ജഡ്ജിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ പെരുമ്പടവൻ ശ്രീധരനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. വയലാർ അവാർഡ് ലഭിച്ചതിൽ ആഹ്ലാദമുണ്ടെന്ന് എഴുത്തുകാരൻ സന്തോഷ് കുമാർ. വലിയ ഉത്തരവാദിത്വമാണ് ഈ അവാർഡെന്നും എഴുത്തിലുള്ള ശ്രദ്ധ കൂട്ടുമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. വയലാർ അവാർഡ് മലയാളത്തിലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏറ്റവും പ്രഥമ പരിഗണനീയമായിട്ടുള്ളൊരു അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് എൻ്റെ ഒരു പുസ്തകത്തിന് കിട്ടുന്നു എന്നുള്ളതിലുള്ള ആഹ്ലാദമുണ്ട്. അതുപോലെ തന്നെ വലിയ കൃതികൾക്കും വലിയ എഴുത്തുകാർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരം നമ്മെ തേടി വരുമ്പോൾ നമ്മുടെ എഴുത്തിലുള്ള ഒരു ശ്രദ്ധ കൂട്ടേണ്ടതുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതൊരു വെല്ലുവിളിയുമുണ്ട്. അപ്പോൾ സന്തോഷവും വെല്ലുവിളിയും നിറഞ്ഞാണ്. പ്രമുഖ വ്യവസായി PV സ്വാമിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ അവാർഡ് ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഉപദേശകനായ K മാധവന്. ഒക്ടോബർ 21-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് PV സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ PV ചന്ദ്രൻ അറിയിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ ചെയർമാനും ഡോക്ടർ CK രാമചന്ദ്രൻ, സത്യനന്ദിക്കാട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. തൃശൂർ നഗരത്തിൽ ATM തകർത്ത് മോഷണശ്രമം. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ATMന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ATM മെഷീൻ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ATMലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ATMന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ATM മെഷീൻ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരാളാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം. കഴിഞ്ഞ വർഷം തൃശൂരിലെ 3ഇടങ്ങളിൽ ATMകളിൽ നിന്നും 69.41 ലക്ഷം രൂപ കൊള്ളയടിച്ചിരുന്നു. അന്ന് പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടുകയും ചെയ്തു. അമൃത ന്യൂസ്, തൃശൂർ. ഹമാസിന് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ തീരുമാനം വൈകുന്നത് പൊറുക്കാനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6 മണിക്കകം സമാധാന കരാർ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ട്രംപിന്റെ 20-ദിന സമാധാന കരാർ പദ്ധതിക്ക് ഹമാസ് ഭാഗികമായി സമ്മതം അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഹമാസിന്റെ ഈ തീരുമാനത്തെ
ട്രംപ് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഹമാസിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാവാതെ വന്നുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിരീക്ഷണം. പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സമ്മതിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നു. മേഖലയിൽ വെടിനിർത്തൽ വൈകരുതെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇസ്രയേൽ സമാധാന ചർച്ചകൾ തുടരും. ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിലാണ് നടക്കുക. അതേസമയം ഹമാസ് ഭാഗികമായി സമാധാന കരാറിന് സന്നദ്ധത പ്രകടിപ്പിച്ച വേളയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 6 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ കസ്റ്റംസ് പിടിയിലായി. കൊടുങ്ങല്ലൂർ സ്വദേശിയായ അബ്ദുൾ ജലീൽ ജസ്മാലാണ് കസ്റ്റംസിന്റെ പരിശോധനയിൽ പിടിയിലായത്. വിപണിയിൽ ഏകദേശം 6 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ഫാഷൻ ഡിസൈനറാണ് പിടിയിലായ അബ്ദുൾ ജലീൽ ജസ്മാൽ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച സോളാർ സമരത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പ്രമേയമാക്കിയ ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി ചിത്രത്തിന് തുടക്കമായി. ബിഗ് ബജറ്റ് പൊളിറ്റിക്കൽ ഡ്രാമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം നടന്നു. 2013 കോളിളക്കം സൃഷ്ടിച്ച സോളാർ സമരം പ്രമേയമാക്കിയ സിനിമയുടെ ചിത്രീകരണമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുത്ത വലിയ സമരമായിരുന്നു സോളാർ സമരം. ഭരണത്തിന്റെ അവസാന കാലത്തായിരുന്നു സോളാർ അഴിമതി കേസ് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുലച്ചത്. മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന വ്യവസായി നൽകിയ ഒരു പരാതിയിൽ നിന്നായിരുന്നു സോളാറിന്റെ തുടക്കം. സോളാർ പീഡനക്കേസിലെ പരാതിക്കാരി സോളാർ പ്രോജക്റ്റിന്റെ പേരിൽ പണം തട്ടിയെന്നായിരുന്നു പരാതി. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി അടുപ്പമുണ്ടെന്ന് പീഡനക്കേസ് പരാതിക്കാരി വെളിപ്പെടുത്തിയതോടെ കേസിന്റെ ദിശ തന്നെ മാറി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗൺമാനുമെല്ലാം അറസ്റ്റിലായി. ഇതോടെ സോളാർ വിവാദം കേരളത്തിൽ നിന്നുകത്തി. ഇതിന് സമാനമായ ദൃശ്യാവിഷ്കരണമാണ് സിനിമയിൽ ഉള്ളത്. രാഷ്ട്രീയ വൈകാരിക പശ്ചാത്തലമുള്ള സിനിമയാണിതെന്ന് സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിചിതമായ ചില യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുമല്ലോ. പക്ഷെ അത് അതേപടി സിനിമയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു 1-to-1 അഡ്രസ് ഒരിക്കലും ഉണ്ടാവില്ല. ഫിക്ഷനും കൂടി ചേർത്തിട്ടല്ലേ നമ്മൾ ചെയ്യും. ശ്രീഗോകുലം മൂവീസും RD ഇലുമിനേഷൻസ് LLPയുമാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. നിവിൻ പോളിയെ കൂടാതെ ബാലചന്ദ്ര മേനോൻ, സബിത ആനന്ദ്, ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, നിഷാന്ത് സാഗർ, ഷറഫുദ്ദീൻ, സായ് കുമാർ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പുതുമുഖം നീതു കൃഷ്ണയാണ് നായിക. പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രം തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ച 2 കർഷകർ ഇടുക്കി പൂപ്പാറ സ്വദേശികളായ ബിജു, സലീം എന്നിവരാണ് തരിശായ 1.5 ഏക്കർ സ്ഥലം ഹരിതാഭമാക്കിയത്. ഇവിടെ ആരംഭിച്ച ബീൻസ് കൃഷി വിജയമായതോടെ കൃഷി വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ഈ കർഷകർ. ഇടുക്കി പൂപ്പാറയിലെ കർഷകരായ ബിജു, സലീം എന്നിവർ 1.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ ബീൻസ് കൃഷി മികച്ച വിജയമായി. പൂർണ്ണമായും തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയാണ് വിത്തിറക്കിയത്. കൊടൈക്കനാലിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള 15 കിലോ വിത്ത് കൃഷിക്ക് ഉപയോഗിച്ചു. കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും നൽകി പരിപാലിച്ച ബീൻസ് 3 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമായി. ഇത് ലാഭകരമാണ്. ആദ്യത്തെ ഒരു മുടക്ക് മാത്രമേ നമുക്കുള്ളൂ. ഈ കമ്പി ഇട്ടേക്കുന്നില്ലേ, ഇതിപ്പോൾ 1 ലക്ഷത്തിന് രൂപയ്ക്ക് മീതെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പൈസ നമുക്ക് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പൈസ വരുന്നുള്ളൂ. ബാക്കി കമ്പിയുടെ പൈസ വരുന്നില്ല. ഇതിന്റെ വിത്തിനൊക്കെ അന്ന് ഞങ്ങൾ കുറക്കനാല് പോയി വിത്ത് മേടിക്കുമ്പോൾ 600 രൂപയ്ക്ക് വിത്ത് കിട്ടിയതാണ്. പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് 80 രൂപ നിരക്കിലാണ് ബീൻസ് വിറ്റഴിക്കുന്നത്. ശാന്തൻപാറ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയായിരുന്നു കൃഷി. കൃത്യമായ ഫീൽഡ് ഇൻസ്പെക്ഷനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ ആഴ്ചയിലും വന്ന് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരമ്പരാഗത രീതികൾക്കൊപ്പം ശാസ്ത്രീയ മാർഗങ്ങളും സ്വീകരിച്ചു. മണ്ണിന്റെ ഗുണത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണയാണ് കൃഷിയുടെ വിജയത്തിന് കാരണമായത്. ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബീൻസ് കൃഷി നടത്താനുള്ള ശ്രമത്തിലാണ് ഈ കർഷകർ. അമൃത ന്യൂസ്, ഇടുക്കി. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നു. ഇതിന് പരിഹാരം കാണാൻ ടീ ബോർഡും ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി.
ഇടുക്കി ജില്ലയിൽ 12,000-ഓളം ചെറുകിട തേയില കർഷകരുണ്ട്. ഉപ്പുതറ, തോപ്രാംകുടി, കാൽവരി മൗണ്ട്, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി സീസണിൽ പ്രതിദിനം 2.5 ലക്ഷം കിലോയോളം തേയിലക്കൊളുന്താണ് ഫാക്ടറിയിലേക്ക് പോകുന്നത്. ഉൽപാദനം കൂടുന്ന സമയത്ത് ഫാക്ടറികൾ കൊളുന്ത് വാങ്ങുന്നത് നിർത്തും. ഇതോടെ വിൽക്കാൻ മറ്റു മാർഗമില്ലാതെ കർഷകർ തേയിലക്കൊളുന്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. വിലയിടിവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. 18 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഉൽപാദന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വില കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. 30% പൊടിക്ക് വില 30% കൂടിയിട്ടും കൊളുന്തിന് ഇപ്പോഴും വില 20% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും നഷ്ടങ്ങൾ സഹിച്ചും വളലഭ്യതയൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊളുന്ത് ഉൽപ്പാദിപ്പിച്ചിട്ടും കർഷകർക്ക് അതിന് ആനുപാതികമായ ഒരു വില ലഭ്യമാകുന്നില്ല. വളങ്ങളുടെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സബ്സിഡി നിരക്കിൽ വളം നൽകാൻ ടീ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കേസ് അന്വേഷണത്തിനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മർദ്ദനം. സംഭവത്തിൽ മട്ടാഞ്ചേരി സ്വദേശികളായ അൻസൽ ഷാ, ഷിനാസ് എന്നിവരെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പിടിയിലായവർ മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് പുതിയ റോഡ് ജംഗ്ഷനിലാണ് സംഭവം. മറ്റൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടെത്തിയ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ ആക്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തിയ പ്രതികൾ ചില വിവരങ്ങൾ ചോദിക്കുകയും പിന്നീട് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് മട്ടാഞ്ചേരി പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. 3 മാസമായി തളിയിലെ ഒരു പറമ്പിൽ ഈ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള റോഡിലിറങ്ങി നിന്നതാണ് പരിഭ്രാന്തിക്ക് ഇടയാക്കിയത്. തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. ലഡാക്ക് ചർച്ചയ്ക്ക് സംഘടനകളെ അനുനയിപ്പിക്കാൻ വീണ്ടും കേന്ദ്ര നീക്കം. നാളെയാണ് കേന്ദ്രം ചർച്ചയ്ക്ക് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അടക്കമുള്ള സംഘടനകളെ വിളിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടനകൾ. വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അതുവരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക്ക് അറിയിച്ചു. സോനം വാങ്ചുക്കിന്റെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീംകോടതി പരിഗണിക്കും. അറസ്റ്റിലായ 70 പേരിൽ 30 പേരെ മോചിപ്പിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് കാറിന് തീപിടിച്ചു. ഹൈലൈറ്റ് മാളിന് സമീപമാണ് സംഭവം. ആളപായമില്ല. കാറിനുള്ളിൽ നിന്ന് പുകയിരുന്നത് കണ്ടതോടെ യാത്രക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു. മീൻചന്ത അഗ്നിശമന സേനയെത്തി തീ അണച്ചു. കാർ പൂർണ്ണമായി കത്തി നശിച്ചു. ഹൈദരാബാദിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്.